അപ്പൊ നമ്മൾ അടുത്തതായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന്റെ മാവ് നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ. നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അതെ അതെ. പ്രത്യേകം പറയണോ? വേണ്ട. അറിയോ? പിന്നെ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. കാർ എടുക്ക, സൂപ്പർ മാർക്കറ്റിൽ പോവാ, അത്രയും പോണ്ട. ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ പെട്ടെന്ന് വരും. നമ്മള് അപ്പം കറക്കാൻ വേണ്ടിയിട്ട് വൈബ് തന്തയും യൂട്യൂബ് സെലിബ്രിറ്റിയും ഒക്കെ ആയ സർവശ്രീ സിനിമാ നടൻ, ഫിലിം സ്റ്റാർ അങ്കമാലിയുടെ രോമാഞ്ച കഞ്ചുകം, അങ്കമാലിയുടെ രോമാഞ്ച കഞ്ചുകവും യൂട്യൂബ് സ്റ്റാർ വൈബ് തന്തയായിട്ടുള്ള പ്രോമി അവറുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെള്ളപ്പം കറക്കാൻ വരിക. ഇതൊക്കെ എപ്പാ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുള്ളൂ. മ്യൂസിക് ഇട്ടടാ. ചട്ടി ചൂടാവണം. കറക്കേണ്ടത് മാവാണ്, നിതയല്ല. അയ്യോ, ചട്ടി ചൂടാവണം. ഇളക്കിയത് മതി. ഓക്കെ, മതി. ചൂടായെന്ന് നോക്കട്ടെ. അതെങ്ങനെ ചൂടായിരുന്നു? കോപ്പിറൈറ്റ് പ്രശ്നമില്ലാത്ത ഇംഗ്ലീഷ് പാട്ടുകളൊന്നുമില്ലേ? അങ്ങനെ മറ്റെന്തെങ്കിലും നല്ല ക്രിസ്മസ് സോങ് ഇട്ടൂടെ അറ്റ്ലീസ്റ്റ്. മമ്മിയുടെ താറാവ് കറിക്ക് നിങ്ങൾ തന്നെ പാടിയാ മതി. ഒരു പാട്ട് പാടാമോ? റോണിത്തുറിച്ചാടും. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബെത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. നീ മറ്റേ സാധനോട് യേശുദേവ് അറിഞ്ഞാണ്ടല്ലോ. ബാക്കി പാട്. ഞാൻ അപ്പം ഒഴിച്ചു. അല്ലതാണ് കറക്കൂ. കാരണേ അപ്പത്തിന് ചൂട് കൂടി കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല. ഇന്നത്തെ കറക്ക് ഇവിടെ തന്നെ. കർക്കൽ വീരൻ കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ റോമിയെ കറക്കാൻ വിളിച്ചതാണ് ഗൈസ്. പക്ഷെ കറക്കില്ല. കറക്ക മാട്ടെ. പശുവിനെ നല്ല കറക്കണം. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും? ഏറ്റവും ഇഷ്ടം വീട്ടില് കുറേ നേരം വെറുതെ ഇരിക്കാന്നുള്ളതാണ്. ഇവരെപ്പോഴും ഇതുപോലെ ഇങ്ങനെ ഇരിക്കണ്ടാവില്ല. ഇവര് ഒരാള് ഹോസ്റ്റലിലാണ്. റിച്ചാർഡ് രാവിലെ ക്ലാസ്സിൽ പോവും, പ്രോമി രാവിലെ തന്നെ കടയിൽ പോവും, ഞാനിവിടെ വീട്ടിലുണ്ടാവും. ഷൂട്ടിംഗ് ഉണ്ടെങ്കിലോ? ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ അപ്പൊ ഇവരുടെ ഫുഡും ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക? അതുപോലെ ടാസ്ക് അല്ലേ? ഭയങ്കര ടാസ്കാ. ഇപ്പോൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ പോകുന്നെങ്കിൽ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കി വെച്ചിട്ട് പോകും ഫ്രിഡ്ജിൽ. ഇനി ഇവിടെ നമ്മുടെ വീട്ടിലാരെങ്കിലും ലൈക്ക് നമ്മുടെ മെയ്ഡ് ആരെങ്കിലും കുക്ക് ചെയ്യാനുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി മാനേജ് ചെയ്തോളും. ഇല്ലെങ്കിൽ ഞാൻ ഫുഡ് റെഡിയാക്കി വെച്ചിട്ട് പോകണം. ഹോട്ടലിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ 1 ദിവസമൊക്കെ കഴിക്കാന്നുള്ളതേ ഉള്ളൂ. 2 ദിവസം 3 ദിവസത്തിൽ കൂടുതലൊന്നും അവർക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അത്ര താല്പര്യമില്ല. പിന്നെ ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്യൂല്ലേ. ഞങ്ങള് ജീവിക്കും. കഷ്ടങ്ങളും ശരീരവും അർപ്പിച്ച് അങ്ങനെ യാത്രയല്ലേ. അതെ അതെ അതെ. ഞങ്ങൾക്ക് എല്ലാം മമ്മിയുടെ സന്തോഷമാണ്. അപ്പം ഉണ്ടാക്കുന്നുണ്ടോ? കറക്ക്. ഇപ്പൊ ഒരെണ്ണം കറക്കി, അടുത്ത് കറക്കാട്ടാ. കഴിഞ്ഞു അപ്പം കിടക്കാല്ലേ. ഇനി അത് ആയിട്ടാവാം കറക്കാൻ. അതാവട്ടെ. ചിലപ്പോ പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ആ വട്ടം അതാവണം. അയ്യോ ടാസ്ക് ആണല്ലോ. ശ്രമിച്ചാ നടക്കും. അടുത്ത സിനിമയിൽ അപ്പക്കാരനായിട്ട് അഭിനയിക്കണമെങ്കിൽ മതി. ഇവര് 2 പേരെയും പരമാവധി നമ്മള് വീട്ടില് ലൈക്ക് ഇപ്പൊ കുക്ക് ചെയ്യുമ്പോഴായാലും
ഞാൻ എന്തെങ്കിലും ചെറിയ 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 കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ലൈക്ക് അവരുടെ ഡ്രസ്സ് അവർ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനിടണം, അത് മടക്കി അവരുടെ അൽമാരിൽ അവർ തന്നെ കയറ്റണം. അങ്ങനെ അവരുടെ ബെഡ് അവർ ക്ലീനാക്കി വെക്കുക, അവരുടെ ബാത്റൂം അവർ നീറ്റാക്കി വെക്കുക. ഇതൊക്കെ അവരുടെ തന്നെ ഡ്യൂട്ടികളാണ്. അല്ല റോണിത്ത് കുക്ക് ചെയ്യും. റോണിത്ത് അത്യാവശ്യം കുക്ക് ചെയ്യും. കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ദോശ ഉണ്ടാക്കല് അങ്ങനത്തെ പരിപാടികളൊക്കെ. ആ അവന്റെ ഏറ്റവും വിനോദം എന്ന് പറഞ്ഞാല് ഈ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത്. അതില് പുള്ളി കുറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതെ, ഈ അടുത്ത് വിജയിച്ചൊരു സാധനം പറയാമോ? കാരമൽ. നീ എന്താണ് സാധനം എടുത്ത് മൈക്രോവേവിൽ വെച്ചൂലോ? കേക്ക് ഉണ്ടാക്കിയത്. ചോക്ലേറ്റ് മേടിച്ച് പാളിപ്പോയതെന്താ? പാളിപ്പോയതെന്താ? ചാടിയല്ലേ 10-12 റിച്ചാർഡ്. അതെ, അപ്പൊ റിച്ചാർഡ് അടുത്ത പറക്കാൻ വേണ്ടി കുറച്ചോ. ഓ അതൊക്കെ അറിയാട്ടാ. വിചാരിച്ച പോലെയല്ല. ഗുഡ്. വാവ് റിച്ചാർഡ്. ഓക്കെ, പോട്ടെ. സ്പീഡിൽ കറക്കണം. അവിടെ വരെ എത്തട്ടെ. ഓ സക്സസ്ഫുള്ളി. മതി ഇനി താഴെടല്ലേ. ദൈവമേ, സ്റ്റൗ താഴെയും അവന്റെ അപ്പരിക്കണത് ഇവിടെയാണ്. ഗുഡ് റിച്ചാർഡ്, അടിപൊളി. താങ്ക് യു. അറിയാം, വലുതാവും വലിയൊരു അപ്പക്കാരനായി മാറുമല്ലേ. അങ്ങനെ നീ അപ്പക്കാരനായതിൽ അഭിമാനിക്കാം. നമുക്ക് അങ്ങനെ കഴിച്ചു നോക്കേ. അടിപൊളിയല്ലേ? പിന്നെ വരെ എനിക്ക് വായിൽ വെച്ച് തന്നിട്ടില്ല. കുഴപ്പമില്ലല്ലേ? തന്നിട്ടാണ് ബാബു പറയണേ. ഓ അതിനേക്കാളും വലിയ ബാബു. അതങ്ങനെ ഒരു വാവ് ഫാമിലി. പോരട്ടെ ഇത് തിന്നു കഴിഞ്ഞിട്ട് ഡൈജസ്റ്റ് ആയിട്ടാണോ പറയുള്ളൂ? അടുത്ത എപ്പിസോഡ് അടുത്ത റിച്ചുന് എനിക്കും വേണം. നീ ഇത് ഉണ്ടെന്ന് വിചാരിച്ചാ മതി. ഇവര് നല്ല ഭാവിയുണ്ട് കേട്ടോ നടനാവാൻ. ഈ വിരാട് കോഹ്ലിയും അനുഷ്കയും കല്യാണം കഴിഞ്ഞപ്പോ ഈ വിരുഷ്ക എന്നൊക്കെ അവരുടെ ഇതിട്ടല്ലോ. അതുപോലെ രൺബീർ കപൂറും ദീപിക പദുക്കോണും കല്യാണം കഴിച്ചപ്പോ രൺദി എന്നൊക്കെ ഇട്ടല്ലോ. അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും? എന്റെ പേരിന്റെ തുടക്കവും നിതയുടെ പേരിന്റെ അവസാനവും. അതെ, ഞാൻ ഇവന് പ്രധാന പേര് റോണത്തിലുണ്ടോന്ന് നോക്കിയേ. ഇപ്പൊ പറഞ്ഞ സാധനം റോണത്തിലുണ്ട്. പ്രോമിയുടെ ആറോയും നിതയുടെ നിത്തും, അങ്ങനെയാണ് റോണിത്ത് എന്ന പേര് വന്നത്. അപ്പൊ റിച്ചാർഡോ? അതിൽ അവന് ഞാൻ പ്രധാന ഇടാൻ വെച്ചിരുന്നു. അതില്ലാന്ന് കണ്ടാ അതില്ല എന്ന് പറയാം. എന്നറിയപ്പെട്ടെ റിച്ചാർഡ്. അല്ല, ഞങ്ങള് റിച്ചാർഡിന് അതില്ലാന്ന് പറയുന്നില്ല. ഞങ്ങള് റോണിത്തിന് ഞങ്ങളുടെ പേരിൽ നിന്ന് തന്നെ പേരുണ്ടാക്കിയപ്പോ റിച്ചാർഡിന് അതുപോലെ തന്നെ ഒരു പേര് ഞങ്ങൾ സെറ്റ് ചെയ്തു. അതായത് ഞങ്ങളുടെ പേരിൽ അക്ഷരങ്ങൾ വെച്ചിട്ട് രോഹൻ എന്നാണ് പേരിട്ടത്. അതായത് RO എൻ്റെ HAN റോഹൻ. അവന ശരിക്കും ആദ്യം പേരിട്ടത് രോഹൻ എന്നാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുണ്ടായി കഴിഞ്ഞ ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോ കൊച്ചിനെല്ലാരും രോഹ എന്ന് വിളിക്കുമ്പോ എന്തോ രോഗ എന്ന് പറയണ പോലത്തെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക്. ഉടനെ ഞങ്ങള് പേര് മാറ്റി റിച്ചാർഡാക്കി. അങ്ങനെയാണ് കഥ വന്നത്. ഒരുപാട് കഥകൾ സമയം വേണമെന്നുള്ളൂ. അതെ. അപ്പവും താറാവ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ അപ്പമാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നല്ല പുക പറക്കുന്ന, ആവി പറക്കുന്ന. അതെ, ഇത് ആർട്ടിന്റെ പുകയല്ല, ശരിക്കുള്ള പുകയാണ്. അപ്പോ ഈ പുകയുള്ള ഈ ആവി പറക്കുന്ന അപ്പവും അതുപോലെ തന്നെ നമ്മുടെ താറാവ് കറിയും നമ്മുടെ ഉടനെ നമ്മുടെ ഡൈനിങ് ഹാളിൽ കഴിക്കുന്നതായിരിക്കും. അതിന് നമ്മുടെ നിത പ്രോമി ദമ്പതിമാരും അവരുടെ മക്കളും പിന്നെ നമ്മുടെ ടീമും ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ വെച്ച് കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ 5 പേരും കൂടി ഉണ്ടാക്കിയ താറാവ് കറിയും
പിന്നെ അപ്പവും നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. ശരി, ഞങ്ങളപ്പോ ഞങ്ങളുടെ വീട്ടിൽ വന്ന വിഷ്ണു അതിഥി ദേവോ ഭവ. ആ അതെ, ഞങ്ങൾ വിളമ്പി തരട്ടെ. വിഷ്ണു എടുക്കാം, അപ്പം എടുത്ത് റോണത്തെ താറാവ് എടുത്ത്. വിഷ്ണു എല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓ അത് ഞാൻ കണ്ടിരുന്നല്ലോ ലൈവായിട്ട്. ഓ അത് ഞാൻ മറന്നുപോയി. അതെ അതെ. റോണത്തെ അപ്പം കൊടുത്തേനി. അവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇനി പപ്പ നിതയ്ക്ക് ആദ്യം കൊടുക്കട്ടെ. നിത ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അപ്പമാണ്. നിത കഴിച്ചു നോക്കണേ. ഓക്കെ, താങ്ക് യു. ഇനി റോണത്തിന് 2 റിച്ചാർഡിന് 16. അയ്യോ അത് തെറ്റിപ്പോയതാ. അത് അവൻ്റെ അത് സാധാരണ ഇത് വെച്ച് പറഞ്ഞതാ. ഇനി റിച്ചാർഡ് കറി വിളമ്പ്. ആ പുള്ളിക്ക് വിഷ്ണുവിന് കൊടുത്തില്ലേ? നിങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മാറി മാറിയിട്ടാണോ? ഒരാള് ചോറ് വിളമ്പോ മറ്റാൾ കറി വിളമ്പോ അങ്ങനെ? ഞങ്ങൾ എല്ലാവരും എല്ലാം ചെയ്യണം. ഓ അതാണ് നിതയുടെ നിയമം. ആ, സോ ഈ ക്രിസ്മസ് വിഷ്ണുവിന്റെ കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ വിഷ്ണു സാധിച്ചു. കഴിച്ചു നോക്കിയോ? അല്ല നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. വെയിറ്റ് ചെയ്യട്ടാ. അതെ അതെ. ഞാൻ പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ വിഷ്ണു. എന്ത്? ഈ ക്രിസ്മസ് വിഷ്ണു ഞാനത് നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റുമെന്ന്. അതെ അതെ. റിയലി റിയലി റിയലി. സോ ചിയേഴ്സ്. ചിയേഴ്സ്. നിത താങ്ക് യു സോ മച്ച്. ചിയേഴ്സ് അല്ലേ പറയണത്? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സോറി സാധനം മാറിപ്പോയി. എങ്ങനെയുണ്ടെന്ന് വിഷ്ണു അഭിപ്രായം പറയും. ആ ഞാൻ പറയാം ഇതിന്റെ. കൊള്ളാട്ടോ. ഗുഡ്. ഇനിയെങ്കിലും നിതയ്ക്ക് തന്നൂടെ? ഞാനാ ചോദിച്ചത്. കൊടുക്കുമാരട്ടാ എന്ന ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു കുമാരേട്ടാ. പൊന്നെ മറ്റേ സാധനമാണോ? ഭക്ഷണത്തിന്റെ കാര്യം. ഭക്ഷണത്തിന്റെ കാര്യമാണോ? ഓക്കെ, കം ടു ദി പോയിന്റ്. വിഷ്ണു എങ്ങനെയുണ്ട് ഭക്ഷണം? ക്രിസ്പിയാണ്, യമ്മിയാണ്, നല്ലതാണ്. അല്ല ശരിക്കും ശരിക്കും നല്ല. അല്ല ഇത് മറ്റേ കർമുറയുടെ കാര്യമല്ലല്ലോ ചോദിച്ച, ഭക്ഷണം താറാവേറിയുടെ കാര്യം. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതാണ് ഞാൻ ഇതേനെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചതിലും അടുക്കള വരെ ക്ഷണിച്ചതിലും നിങ്ങളുടെ ലൈവ് കുക്കിങ്ങിൻ്റെ ഭാഗമാക്കിയതിലും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ഒരു കൂൾ ഫാമിലി വൈബ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, അതെന്നും യൂട്യൂബുകാർക്ക് ഒരു അന്തസ്സും റവന്യൂ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും വളരെ നിഷ്കളങ്കനായ വിഷ്ണു ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയും ഞങ്ങളോട് ഇത്ര നേരം സമ്പാദിക്കുകയും ഞങ്ങളോടൊപ്പം ഒരു ക്രിസ്മസ് ഡിന്നർ കഴിക്കുകയും ചെയ്തതിന് ഒരുപാട് നന്ദി. ഓണത്തിന് തന്നെ വിഷ്ണു ചേട്ടനെ പറ്റി എന്താ പറയാനുള്ള? ഇച്ചിരി പൊക്കി പറഞ്ഞേ. വിഷ്ണു ചേട്ടൻ സൂപ്പറാണ്, കൂളാണ്, സുന്ദരനാണ്, ഊട്ടിയിൽ സബർജില്ല തൊട്ടുകൂടി അല്ല എന്നാ റിച്ചാർഡ് പറയട്ടെ. റിച്ചാർഡ് അയ്യോ ഞാൻ അവനായിട്ട് പറയാണ്ടിരിക്കണ കമോൺ. അതെ, ചേട്ടന്റെ തമാശകൾ വേറെ അപ്പോൾ ഇനി അടുത്ത ക്രിസ്മസിന്, അടുത്ത ഓണത്തിന്, അടുത്ത വിഷുവിനൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. അത് വേണോ? അന്ന് ഞങ്ങൾ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഓണസദ്യ കഴിക്കാം. എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, മൂവി വേൾഡ് മീഡിയയുടെ ഓഫീസിലേക്ക് വരേണ്ടതായിരിക്കും. നിങ്ങളവിടെ ഞങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ടൈം വാസ് ഗുഡ്. താങ്ക് യു. അപ്പൊ മൂവി വേൾഡിന്റെ പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.